അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തദ്രീബു തിലാവയിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തെ പാഠമായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? അഹ്കാമു മീമി സാക്കിനയിലെ ഇൽഹാറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ഇദ്ആമും ഇഖ്ഫാഉം പഠിച്ചിരുന്നു. സാക്കിനായ മീമിന് ശേഷം മീമ് വരുമ്പോൾ ഇദ്ആമും, സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോൾ ഇഖ്ഫാഉമാണെന്ന് മനസ്സിലാക്കി. രണ്ടാമത്തെ പാഠത്തിൽ മീമിന് ശേഷം ഇൽഹാർ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ഫസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ഏതാണ് ഹിഫ്ലിന് വരുന്നത്, ഏതാണ് നിങ്ങൾക്ക് നോക്കി ഓതാനുള്ള ആയത്തുകൾ എന്നൊക്കെ മനസ്സിലാക്കാം. അത് മക്കിയായ സൂറത്താണ്. പിന്നെ അവിടെ അതിൻ്റെ പാരായണം നമുക്ക് കേൾക്കാൻ ബാർകോഡ് സ്കാൻ ചെയ്താൽ അതിൻ്റെ കൂടെ പാരായണം കേട്ട് പഠിക്കാനൊക്കെ കഴിയും. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൽ മനസ്സിലാക്കേണ്ടത് ഇൽഹാർ എങ്ങനെയാണ് സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ വരുന്നത് എന്നതാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും, അതായത് ഇദ്ആമിൻ്റെ അക്ഷരമായ മീമും ഇഖ്ഫാഇന്റെ അക്ഷരമായ ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും സാക്കിനായ മീമിനെ എന്ത് ചെയ്യണം? അവിടെ ഇൽഹാർ ചെയ്യണം. അതായത് ഉന്നത്ത് നൽകാതെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അപ്പൊ എങ്ങനെയാണ് ഇൽഹാർ വരുന്നത്? സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. അതായത് സാക്കിനായ മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഇൽഹാറിൻ്റെ അക്ഷരമായി ഏതക്ഷരങ്ങളും, മീമും ബാവും അല്ലാത്ത ഏതക്ഷരങ്ങൾ വന്നാലും അവിടെ ഇൽഹാറാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കവിടെ താഴെ 2 ബോക്സിൽ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഹും പ്ലസ് ഫീഹി എന്നവിടെ ആദ്യം കാണാം. അപ്പോൾ അത് കൂടി വരുമ്പോൾ ഹും ഫീഹി എന്നത്. അപ്പോൾ അവിടെ ഹും ഫീഹി എന്നൊന്നും ഓതാൻ പാടില്ല, വ്യക്തമാക്കണം. മീമിനെ ഉന്നത്ത് നൽകരുത്. ഹും എന്ന് പറഞ്ഞ് ഉന്നത്ത് നൽകരുത്. ഹും ഫീഹി, ഹും സുക്കൂനുള്ള മീമിനെ വ്യക്തമാക്കിയിട്ട് പറയണം. ഹും ഫീഹി. അതുപോലെ അടുത്ത ബോക്സിൽ അം വാലുൻ, അം പ്ലസ് വാലുൻ, അം വാലുൻ, അം വാലുൻ. നല്ല ഉന്നത്ത് കൊടുക്കരുത് കേട്ടോ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൽഹാർ എന്താന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേൽ ഫാവും വന്നു, രണ്ടാമത്തേൽ എന്താണ് മീമിന് ശേഷം വാവുമാണ് വന്നത്. ഇതുപോലെ ഏത് അക്ഷരങ്ങളും വരാം. ആവും മീമും ആവാഞ്ഞാൽ മതി. ബാക്കി ഏത് ഇങ്ങനെയുള്ള ഏത് അക്ഷരങ്ങളും സുക്കൂനുള്ള മീമിന് ശേഷം വന്നാൽ നമുക്കവിടെ എന്താ ചെയ്യാം? ഇൽഹാർ ചെയ്തിട്ട് വേണം ഓതാൻ. ഇനി സുക്കൂനുള്ള മീമിന് ശേഷം വാവും താവും ദാലും, ഈ 3 അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ, 2 പദങ്ങൾ വീതം നമ്മൾ പാഠഭാഗത്തു നിന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എഴുതി പരിശീലിക്കണം. അപ്പോൾ ഇവിടെ താഴെ വാവിൻ്റെ ഒന്നിടത്ത് നമുക്ക് 2 ഉദാഹരണങ്ങൾ എഴുതണം. പിന്നെ താന് വന്നത്, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വന്ന സൂറത്ത് ഷുറാവും സൂറത്ത് നംലുമാണ്. അതെടുത്തിട്ട് നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് ഇതുപോലെ മീമിന് ശേഷം വാവ് വന്നത്, ഇപ്പോൾ നമുക്കിവിടെ അംവാലും വന്നില്ല, അതുപോലെ വന്ന 2 ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതണം. അപ്പം ഞാൻ സൂറത്തു നംലിൽ നിന്ന് ഉദാഹരണം കാണിക്കാം ഇവിടെ. അപ്പോൾ സൂറത്തു നംലിലെ 23ാമത്തെ ആയത്ത് വന്നത് നോക്കാം. മീമിന് ശേഷം വാവ് വന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ സൂറത്ത് ഷുറാ ഉണ്ട് നിങ്ങൾക്ക് പാഠഭാഗം, അതിലും ഇതുപോലെ നോക്കണം. അപ്പോൾ ഇവിടെ വന്നത് മനസ്സിലാക്കാം. അതുപോലെ ഒന്നും കൂടെ കാണിക്കാം. സൂറത്ത് നംലിൽ നിന്ന് തന്നെയാണ്. നംലിലെ 70ാമത്തെ ആയത്താണ് മീമിന് ശേഷം അലേഹിം വല എന്ന് മീമിന് ശേഷം വാവ് വന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളും ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ ഖുറാനിൽ നോക്കിയിട്ട് നിങ്ങളെ പാഠഭാഗത്ത് തന്നെ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ കണ്ടെത്താത്തതിനെ സൂറത്ത് നംലിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്.
മനസ്സിലാക്കാം. അപ്പൊ വാവിന് 2 ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തി. ഇനി താഇന് നമുക്ക് ഖുറാനിൽ നോക്കാം. ഇവിടെ സൂറത്തു നംലിൽ നിന്ന് തന്നെ 7-ാമത്തെ ആയത്തിൽ നമുക്ക് മീമിന് ശേഷം താ വന്നത് ഇവിടെ ഞാൻ റൗണ്ട് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കാം. അതിനല്ലേ ആ ആയത്തിൽ തന്നെ നമുക്ക് എന്താണ് മീമിന് ശേഷം ബാ വന്നത് മുമ്പിട്ട് മീമിന് ശേഷം മീമ് വന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മുന്നത്തെ ക്ലാസ് പഠിച്ചതാണ്. മനസ്സിലാക്കണം അതൊക്കെ കേട്ടോ. ഇദ്ഗാമും ഇഖ്ഫാഉം വന്നത് ഇവിടെ മീമിന് ശേഷം താ വന്ന ഇൽഹാർ. അടുത്തത് സൂറത്തു നംലിൽ തന്നെ 22-ാമത്തെ ആയത്താണ്. അവിടെ ലം തൊഹിത്ത് എന്ന് മീമിന് ശേഷം താ വന്നത് നമുക്ക് മനസ്സിലാക്കി അവിടേക്ക് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ദാലിനാണ് 2 ഉദാഹരണങ്ങൾ കാണേണ്ടത്. നമുക്ക് സൂറത്തു നംലിൽ തന്നെ നോക്കാം. ആയത്ത് നമ്പർ 82 ലഹും ദാബത്തൻ എന്ന മീമിന് ശേഷം ദാല് വന്നത് നമുക്ക് അവിടേക്ക് എഴുതി കൊടുക്കാം. അടുത്തതാ നംലിലെ അവസാന ആയത്ത് 93-ാമത്തെ ആയത്ത്. അവിടെ വക്കുലിൽ ഹംദു ലില്ലാഹി. അപ്പോൾ അവിടെ ചേർന്നാണ് വന്നത്. അപ്പം അതുപോലൊക്കെ നമുക്ക് ഇടയിലൊക്കെ വരാം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഇതുപോലെ കണ്ടെത്തണം. സൂറത്ത് ഷുറായിലൊക്കെ നിങ്ങളുടെ പാഠഭാഗം ഇനി അങ്ങോട്ട് പുതിയ സൂറത്തൊക്കെ എടുക്കുമ്പോഴൊക്കെ നമ്മൾ പഠിച്ച നിയമങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കണ്ടെത്തണം. ഇനി നമുക്ക് പദങ്ങൾ എഴുതി പരിശീലിക്കാനും അവിടെ വന്ന ഇൽഹാറിൻ്റെ അക്ഷരം ഏതാണെന്ന് മനസ്സിലാക്കാനുമാണ്. അവിടെ കാല നാം വ ഇന്നക്കും അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നു അല്ലേ? അതതുപോലെ കോപ്പി എഴുതുന്നത് പോലെ അക്ഷരങ്ങളുടെ ആകൃതി വലുപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇനി അടുത്തത് ലഇല്ലം തൻതഹി സുക്കൂനുള്ള മീമിന് ശേഷം താ വന്നു. ഫഹും ലാ യഷ്കുറൂൻ അവിടെ മീമിന് ശേഷം ലാമ് വന്നിട്ടുണ്ട് ലാ എന്നുള്ള അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ അഹൂഹും സോലിഹുൻ മീമിന് ശേഷം സോദ്. വഅക്സറുഹും കാദിബൂൻ മീമിന് ശേഷം കാഫ് വന്നു. ഖുർആനിൽ നിന്ന് കണ്ടെത്താനാണ്. ലൗഖത്തിയന്ന ഐദിയക്കും വർജലക്കും. ഇത് സൂറത്ത് ഷുറായിൽ നിന്നാണ്. അംലം തക്കും മിനൽ വാഇദീൻ അതും ഷുറായിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇന്നി ലക്കും റസൂലുൻ അമീൻ മീമിന് ശേഷം റാ വന്നത് അതും സൂറത്ത് ഷുറായിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇൻമത്തൈനാഹും സിനീൻ അവിടെ മീമിന് ശേഷം സീന് വന്നു അതും സൂറത്ത് ഷുറായിൽ നിന്ന് തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കുക. നമുക്ക് അടുത്തത് ഖുർആനിൽ നിന്ന് ഒരു ദുആ തന്നിട്ടുണ്ട്. അത് പഠിക്കണം. എന്താണ്? റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. ഹിഫ്ള് എക്സാമിന് കാണാതെ പറഞ്ഞു കൊടുക്കാൻ വരും. പിന്നെ തദ്രീബ് തിലാവയുടെ എക്സാം അതിനും നമുക്ക് പൂർത്തിയാക്കി കൊടുക്കുക, വിട്ട ഭാഗം പൂർത്തിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ വരാം. അപ്പം അത് മനസ്സിലാക്കണം. പിന്നെ ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് എക്സാമിന് ചോദ്യങ്ങൾ വരിക എങ്ങനെയാണ്? നമുക്ക് ഇതുപോലെ ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ആയത്തിൻ്റെ ഭാഗങ്ങൾ തരും. മീമിന് ശേഷം ബാ വന്നതും മീമിന് ശേഷം മീമ് വന്നതും പിന്നെ മീമിന് ശേഷം മറ്റക്ഷരങ്ങൾ വരുന്നതും. അപ്പം നമ്മളതെന്ത് ആ രീതിയിൽ ഇദ്ഗാമായിട്ടും ഇഖ്ഫാ ആയിട്ടും ഇൽഹാറായിട്ടും ഓതി കൊടുക്കണം. അതൊക്കെയാണ് എക്സാമിന് വരിക. പിന്നെ ഒരായത്ത് തന്നിട്ട് ഈ ഒരു ആയത്തിൽ ഫസ്റ്റത്തെ ആയത്തിൽ മീമിന് ശേഷം മീമ് വന്നിട്ടുണ്ട്. പിന്നെ മീമിന് ശേഷം ദാല്, മീമിന് ശേഷം ഹംസ ഒക്കെ വരുന്നുണ്ട് ഈ ആയത്തിൽ. അപ്പം ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് നിയമങ്ങൾ വന്നത്, ഇദ്ഗാമ്, ഇഖ്ഫാ, ഇൽഹാർ ഒക്കെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ വരും. ഇനി നമുക്ക് അവസാനം മാസാന്ത മൂല്യം അത് ഉസ്താദുമാർക്കുള്ളതാണ്. അപ്പം ഇത്രയാണ് അഹ്കാമു മീമി സാക്കിനയിലെ ഇൽഹാർ എന്ന പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. കഴിഞ്ഞ പാഠത്തിലെ ഇദ്ഗാമും ഇഖ്ഫാവും
എല്ലാം നന്നായി മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തണം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കണം. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.